ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കാണുമ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24:35. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാള് അഴുകയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വരവ് നോഹയുടെ ജലപ്രളയം പോലെ ആണെന്നൊക്കെ താഴെ വായിച്ചു കഴിയുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെയാണ്. കർത്താവിൻ്റെ വരവ് പലപ്പോഴും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതും നമ്മൾ ഒരുങ്ങാത്തതുകൊണ്ടാണ്. മാത്രമല്ല, യുദ്ധങ്ങൾ നടക്കുന്നതും ദൈവത്തിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്, നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയുള്ള നമ്മുടെ അസ്ഥിയോട് അസ്ഥിയും മാംസത്തോട് മാംസമായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ അവിടെ പാർക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവജനങ്ങൾ കണ്ണുനീരോടുകൂടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.